ഹലോ ഗൈസ്, ഇത് ഞങ്ങളെ ഒട്ടകപക്ഷികളുടെ ഒരു സ്ഥലത്തേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒട്ടകപക്ഷികളും എമ്മുകളും കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ അവരെ ഫീഡ് ചെയ്യാം. അഡൾട്ട്സിനും കിഡ്സിനൊക്കെ എൻട്രൻസ് ഫീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഞങ്ങൾ അകത്ത് കയറി. ഫീഡ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ $1 കൊടുക്കണം ഒരാൾക്ക്. അപ്പോൾ അവരൊരു പാത്രത്തിൽ കുറച്ച് പെല്ലറ്റ്സ് ഇട്ട് തരും. അതുകൊണ്ടാണ് നമ്മൾ ഫീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ടോ, എന്തൊരു വലിയ ഒട്ടകപക്ഷികളല്ലേ. ഈ വലിയ ഒട്ടകപക്ഷികൾക്ക് നല്ല വിശാലമായ സ്ഥലമാണ് കേട്ടോ. കുറേ സ്ഥലമുള്ളിടത്താണ് അവരിങ്ങനെ നടക്കുന്നത്. പക്ഷേ എമ്മൂനൊക്കെ ഒരു അത്രയ്ക്ക് വലിയ വിസ്തീർണമുള്ള സ്ഥലമൊന്നുമല്ല. കുറേ ഒട്ടകപക്ഷികളും എമ്മുകളും ഉണ്ട് കേട്ടോ അവിടെ. ഇത് വേറെ ഏതോ വിഭാഗത്തിൽപ്പെട്ട ഒട്ടകപക്ഷിയാണ്. ആദ്യം കണ്ട പോലത്തെ അത്ര വലിപ്പമുള്ള ഒട്ടകപക്ഷികളല്ല ഇത്. അതായത് എമുവാന്ന് തോന്നുന്നു. എനിക്കറിയില്ല ശരിക്കും, ഞാൻ പേര് നോക്കിയില്ല എമു ആണോ എന്ന്. ചിലപ്പോൾ എമു ആവേ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോൾവാങ് എന്ന് പറയുന്നൊരു സ്ഥലത്താണത് കേട്ടോ. ഓസ്ട്രിച്ച് ഫാം, അതിന് ഓസ്ട്രിച്ച് ലാൻഡ് എന്നാണ് അതിൻ്റെ പേര്. ഇപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് അവരുടെ തീറ്റ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് കമ്പനിക്ക് ലാഭം. ഇത് നമ്മുടെ ഒട്ടകപക്ഷി തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒരു ഹൈറ്റും കഴുത്തിൻ്റെ നീളമൊക്കെ കണ്ടോ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്നിട്ടാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട്, 6 അടിക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കഴുത്ത് ഇങ്ങനെ നീട്ടി വരുമ്പോൾ. പിന്നെ എല്ലാവരും കൊടുത്തിട്ടൊക്കെയാണ് തോന്നുന്നു. ഇവരുടെ വയറ് ഫുള്ളാണെന്ന് തോന്നണു. അപ്പോൾ നമ്മളിങ്ങനെ കൊടുത്താലും അവർ കാര്യമായിട്ടൊന്നും കഴിക്കണമൊന്നുമില്ല. കൊത്തും, തിരിച്ച് അതിനകത്തേക്ക് തന്നെ ഇടും, വീണ്ടും കൊത്തും. അങ്ങനെയൊക്കെയാണ് അവർ കഴിക്കണത്. കണ്ടോ, ഇത് നമ്മുടെ ഓസ്ട്രിച്ച് തന്നെയല്ലേ, നല്ല ഹൈറ്റല്ലേ. നേരത്തെ ഞാനൊരു ഡൗട്ട് പറഞ്ഞില്ലേ, അത് എമു തന്നെയാട്ടോ. എമുവിന് ഒട്ടകപക്ഷിയുടെ അത്രയ്ക്ക് വലുപ്പമില്ലല്ലോ. ഞാൻ വിചാരിച്ചു വേറെ ഏതോ ഇനത്തിൽ പെട്ട ഒട്ടകപക്ഷിയാവുന്നു. പക്ഷേ അല്ല, അത് എമു തന്നെയാണ്. ഒട്ടകപക്ഷികൾക്ക് കണ്ടോ വലിയ വിശാലമായ സ്ഥലമാണ് അവർക്കുള്ളത്. അവർക്ക് കുറേ ഓടി നടക്കാനും അവരുടെ ചിറകുകൾ വിരിക്കാനും ഒക്കെ ആയിട്ടുള്ള വലിപ്പവും, ഓടാൻ ഇത്രയും പേരില്ലേ, അതിനുള്ള സ്ഥലമൊക്കെ വേണമല്ലോ. ഒട്ടകപക്ഷിയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ പിള്ളേരൊക്കെ ഇത്തിരി ബാക്കിലേക്ക് ഇറങ്ങി നിന്നിട്ടാണ് ഫീഡ് ചെയ്യണേ കേട്ടോ. പേടിച്ചിട്ടാന്ന് തോന്നുന്നു. അടുത്തേക്ക് നീങ്ങി നിന്നാൽ കഴുത്തിന് അത്രയും നീളമല്ലേ, എങ്ങാനും നീണ്ടു വന്ന് കൊത്തിയാലോന്നോ എന്തോ വിചാരിച്ച് ഭയങ്കര പേടിച്ചിട്ടുണ്ട്. 3 ആളും മാക്സിമം ബാക്കിലേക്ക് ഇറങ്ങി നിന്നിട്ടാണ് ഫീഡ് ചെയ്യുന്നത്. എത്രയ്ക്ക് നീളാൻ പറ്റുമോ അത്രയ്ക്കും ആ ഒരു ലെവൽ മനസ്സിലാക്കിയിട്ട് അവിടെ നിന്നിട്ട്. എമ്മുവിൻ്റെ കഴുത്തിന് പിന്നെ അത്ര നീളം ഇല്ലാത്തതുകൊണ്ട് അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് അവർ തീറ്റ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നീങ്ങി നിൽക്കടാ. നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. കാറ്റിൻ്റെ ശബ്ദം കേട്ടോ. ഒട്ടകപക്ഷിയുടെ മുട്ട കണ്ടോ ഗൈസ്, വലിയ മുട്ട. ഞങ്ങൾ നല്ല പിക്ചേഴ്സൊക്കെ എടുത്തു കേട്ടോ. കാറ്റ് വീശുന്നതുകൊണ്ട് എൻ്റെ മുടി കണ്ടോ, ഭൂതം പോലെ ഉണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ഹാവ് എ ഗുഡ് ഡേ.